പാലക്കാടുകാരോട് പറയേണ്ടതൊക്കെ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ഞാൻ ഓൾറെഡി മറുപടി പറഞ്ഞു. താങ്കൾ മറുപടി പറയാത്തത്? അതായത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. ഒന്ന്. രണ്ട്, നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിയമപരമായി നേരിടും. ജനങ്ങളോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയേണ്ട കൃത്യമായ സമയത്ത് ജനങ്ങളോട് പറയും. മൂന്നാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും കൂടെ താല്പര്യമെടുത്തിട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി പ്രിയപ്പെട്ട തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റായും ജില്ലാ KSU കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷനായും എൻ്റെ കമ്മിറ്റിയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിട്ടുമൊക്കെ പ്രവർത്തിച്ച ഉജ്ജ്വല സംഘാടകൻ ശ്രീ OJ ജനീഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ജനീഷിൻ്റെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ടുള്ള പ്രവർത്തനം ഏറ്റവും മികച്ചതായിരിക്കുമെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് ഞാനന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. തൃശ്ശൂരിൽ സംസ്ഥാന സമ്മേളനം അത് സംഘടിപ്പിക്കുന്നത് ജനീഷിന്റെ കൂടി സംഘാടക മികവിനെ കണ്ടിട്ടാണ്. ഉജ്ജ്വലമായ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ ജനീഷ്. അതുപോലെ തന്നെ ലോ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ക്രൂരമായ SFIയുടെ മർദ്ദനങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള, ഒരു തവണ ലൈഫ് ത്രെറ്റ് പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുന്ന കാലയളവിൽ എന്നോടൊപ്പം സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും ഉജ്ജ്വലമായി അതിൻ്റെ എല്ലാവിധമായ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നിട്ടുള്ള സഹപ്രവർത്തനാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ഭാരവാഹിത്വത്തെ സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിൽ, ദേശീയ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അബിൻ വർക്കി, ശ്രീ KM അഭിജിത്ത് അടക്കമുള്ളൊരു നല്ല ടീം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനവിരുദ്ധമായ ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുന്നണിയെ നിലംപരിശാക്കുവാൻ കഴിയുന്നവർ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഉജ്ജ്വലമായ ടീം വന്നു. ആ ടീം ആരോപണം വന്നതിന് ശേഷം താങ്കൾ മാധ്യമങ്ങളെ കണ്ട ഓരോ തവണയും ഉണ്ടായ ചോദ്യമാണ്, ഇതിൽ വ്യക്തത വരുത്തുന്നില്ല. ഓഡിയോ സംഭാഷണം അതായത് എനിക്ക് പറയാനുള്ള മറുപടി കൃത്യമായ സമയത്ത് കൃത്യമായ സാഹചര്യത്തിൽ പറയും. ഇന്നലത്തെ ഈ റോഡ് ഉദ്ഘാടനം വലിയ വിജയമാക്കി തന്ന മാധ്യമങ്ങളോട് ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ മാപ്രകളോട് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ട് പറയാണെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാ മൂലൊക്കെ ഇരുന്ന് കരയാൻ തുടങ്ങും. ആ കരച്ചിൽ കാണാൻ വയ്യാത്തത് കൊണ്ട് മാത്രം പറയുകയാണ്. നിങ്ങൾ രാഹുലിനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചോ, രാഹുല് മറുപടി പറയണോ വേണ്ടയോ, അയാൾ ഏത് സമയത്ത് ഏത് വിഷയത്തിൽ പറയണം എന്നുള്ള കാര്യമൊക്കെ അയാൾ തീരുമാനിക്കൂ. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചൊരു മാന്യതയൊക്കെ കാണിക്കണം. മറുപടി പറയുന്നില്ലെങ്കിൽ അതങ്ങ് വിടണം. പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം, അത്രയേ ഉള്ളൂ. അതിനപ്പുറം വാർത്താ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് രാഹുലിന്റെ ബൈറ്റ് കിട്ടണം എന്നുള്ളത് നിങ്ങളുടെ നിർബന്ധമാണ്. കാരണം അത് നിങ്ങളുടെ വ്യൂവർഷിപ്പിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഘടകമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അപ്പോ ആ ഘടകം അങ്ങനെ ആകുമ്പോൾ രാഹുലിന്റെ ഒരു ബൈറ്റ് കിട്ടുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ രാഹുൽ ഇങ്ങനെ എവിടെയെങ്കിലും തനിച്ചൊക്കെ രാഹുലോ അല്ലെങ്കിൽ രാഹുലിന്റെ ഈ നേതൃനിരയിലുള്ള ആരെങ്കിലും ഒക്കെ കൂടെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോളൂ, കുഴപ്പമില്ല. അപ്പൊ അത് രാഹുൽ മറുപടി പറയേണ്ടതാണെങ്കിൽ പറയും, അല്ലെങ്കിൽ പറയില്ല. പിന്നെ രണ്ടാമതും തിരിച്ചു ചോദിച്ചാലും അതുപോലെ തന്നെ പറയേണ്ടതാണെങ്കിൽ പറയും, അല്ലെങ്കിൽ പറയില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഈ സാധാരണക്കാരായ പ്രവർത്തകരും അതുപോലെ എസ്പെഷ്യലി ഈ പാലക്കാടിന്റെ മണ്ണിലെ പാലക്കാടിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആ പാലക്കാട്ടെ ജനങ്ങൾ രാഹുലിന് ചുറ്റും ഉണ്ടാവുമ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ തന്നെ മറുപടി ഇപ്പൊ പറയുന്നില്ല, അത് പിന്നീട് പറയാം, അല്ലെങ്കിൽ അത് പറയേണ്ട സാഹചര്യത്തിൽ സമയത്ത് പറയാം എന്ന് പറയുമ്പോൾ വീണ്ടും അതേ ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ പറയാനുള്ള മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ
സാധാരണക്കാരായ ആളുകൾ കൈവെക്ക് കാല് വെക്ക് അവിടെ തോണ്ടി ഇവിടെ തോണ്ടി മാന്തി പിടിച്ച് പറിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കിട്ടേണ്ടത് കിട്ടിയാലേ ഇപ്പൊ നിങ്ങളെ എന്താ പറയണ്ടേ, നിങ്ങളെ സ്ഥാപനം, നിങ്ങളെ പറഞ്ഞു വിടുന്ന സ്ഥാപനത്തിന് ഇപ്പോ നിങ്ങളെ മോന്തയിലൊന്ന് കിട്ടിക്കഴിഞ്ഞാല് അത് സ്ഥാപനത്തിന് വേദനിക്കൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് വേദനിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പച്ചിറച്ചിയില് മണ്ണ് പറ്റാതെ നോക്കേണ്ട കാര്യം അത് നിങ്ങളുടെ ബാധ്യതയാണ്. മനസ്സിലായില്ലേ? അപ്പോ അത്തരത്തില് ഇതിങ്ങനെ ചോദിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല. അത് പറയേണ്ട സമയത്ത് പറയും. അത് പറയേണ്ട വിഷയം ഇനിയിപ്പോ നിങ്ങൾ വന്ന് ചോദിച്ചിട്ടില്ലെങ്കിലും പറയേണ്ട കാര്യം പറയേണ്ട സമയമാകുമ്പോൾ അത് നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങളോട് പറയും. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് ഈ കോലിട്ട് തിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട, അത് വേണ്ട എന്ന് നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം പറയാണ്. അത് നിങ്ങൾ കരയുന്നത് കാണാൻ പറ്റാഞ്ഞിട്ടാണ്. കാരണം അടി കിട്ടിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാല് ഒന്നാമത് എന്ന് പറഞ്ഞാലേ, നിങ്ങളിപ്പോ ഒരു ഏറി വന്നാലും നിങ്ങൾ എത്ര പേരുണ്ടാവും? ഇപ്പൊ നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഇവിടെ രണ്ട് റിപ്പോർട്ടർ ഉണ്ട്, 2 മൈക്ക് കാണുന്നുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ 2 മൈക്ക്, ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും അതുപോലെ 2 മൈക്ക് കാണുന്നുണ്ട്. അപ്പോ 2 മൈക്ക് അവിടെ കാണണമെങ്കിൽ അത് 2 പേര് 2 റിപ്പോർട്ടർമാർ അവിടെ ഉണ്ട് എന്നല്ല അർത്ഥം. അപ്പോ നിങ്ങൾ 2 അല്ല 3 അല്ല 4 അല്ല എത്ര ആളുണ്ടെങ്കിലും ആ പിന്നിൽ നിൽക്കുന്ന ആ ജനക്കൂട്ടം ഉണ്ടല്ല, അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോ ആ എണ്ണാൻ കഴിയാത്ത ജനം പിറകിൽ നിൽക്കുമ്പോ വെറുതെ ഇങ്ങനെ കോലിട്ട് തിരിക്കേണ്ട പരിപാടി നടത്തേണ്ട, അത് നല്ലതിനാവില്ല എന്നുള്ളതൊരു ആമുഖമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ എന്താണെങ്കിലും രാഹുലിന്റെ ഈ തിരിച്ചുവരവിലും രാഹുലിന്റെ ഈ വിവാദങ്ങൾക്ക് ശേഷമുള്ള രാഹുലിന്റെ പ്രവർത്തനങ്ങളിലും ഈ മാപ്രകളുടെ പങ്ക് എന്ന് പറയുന്നത് അത് നമ്മൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല. അതിന് നിങ്ങളോട് ഒരു വലിയ താങ്ക് യു പറയേണ്ടതുണ്ടായിട്ടുണ്ട്, ഒരു നന്ദി പറയേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ ഈ പറയുന്ന പ്രോത്സാഹനം, നിങ്ങൾ നൽകുന്ന ചില വെല്ലുവിളികൾ, നിങ്ങൾ നൽകുന്ന ചില ഭീഷണികൾ, അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജമാണ്. അയാൾക്ക് മുന്നോട്ട് നീങ്ങാനുള്ള വലിയ ഊർജം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നാളെ നടക്കാൻ പോകുന്ന ഒരു സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് പരാതി വരുന്നില്ല, ഞങ്ങളെ ആരോടും വിളിക്കുന്നില്ല, ഞങ്ങൾ ആരോടും പറയുന്നില്ല, ആരെയും അറിയിക്കുന്നില്ല, എല്ലാം രഹസ്യമാക്കി കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ. അപ്പൊ ഇന്നലത്തെ പരിപാടി ഫ്ലക്സ് ഒക്കെ വെച്ച് മുൻകൂട്ടി അറിയിച്ചിട്ട് തന്നെയാണ് ഇന്നലത്തെ പരിപാടി നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാളത്തെ പരിപാടിയും അത്തരത്തിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും മുൻകൂട്ടി അറിയിച്ചിട്ടുമുണ്ട്. ഇനി എന്തായാലും ഇപ്പൊ അറിയിച്ചില്ല, പറഞ്ഞില്ല, കേൾപ്പിച്ചില്ല, കണ്ടില്ല എന്നുള്ള പരാതികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്താണെങ്കിലും നിങ്ങളാണ് ഈ ഊർജം നൽകുന്നത്. ഇത് വേറൊരു നിങ്ങൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ രാഹുലിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വലിയ പ്രചാരകരായി മാറുന്നുണ്ട്. അതെന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈ ഒരു ജീവിതത്തിലെ വലിയ നിമിഷങ്ങൾ തന്നെയായിരിക്കും. കാരണം ഇനി 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ യാതൊരു രീതിയിലുള്ള പ്രചരണങ്ങളോ അല്ലെങ്കിൽ കൊട്ടിഘോഷിച്ചുള്ള പ്രചരണങ്ങൾക്കോ എന്നും ഒരു സമയം കണ്ടെത്തുകയോ അതിനുവേണ്ടി പണം ചെലവഴിക്കുകയോ ഫണ്ട് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അയാളുടെ വികസന പരിപാടികളും അയാൾ നാടിന് വേണ്ടി ചെയ്യുന്ന നന്മകളും പാലക്കാടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വലിയ പ്രചാരം കൊടുത്ത് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുക കൂടി ചെയ്യുമ്പോൾ പാലക്കാട്ടിന് പുറത്തുള്ള ആളുകളൊക്കെ ഇത് കാണുകയും ചെയ്യുന്നത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിലെ തന്റെ പ്രചരണം എന്ന് പറയുന്നത് അത് വലിയ ഒരു മലയായി മാറില്ല എന്നുള്ളതാണ്. അതിനെന്തായാലും നിങ്ങൾക്ക് വലിയ താങ്ക്സ് ഉണ്ട്. നിങ്ങൾ നാളെയും വരണം കേട്ടോ. നാളെ നമ്മളെ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിന് വരണം. അതുപോലെ ഇപ്പൊ രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ ചർച്ച ചെയ്യണം. ഇപ്പൊ കണ്ണാടി പഞ്ചായത്തിലെ ഈ പറയുന്ന ഒരു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അവിടെ ഭൂമി കിട്ടാത്തതിന്റെ ഒരു തടസ്സമുണ്ട്. അപ്പോൾ അവിടെ ഈ ഫോറസ്റ്റിന്റെ ഒരു ഭൂമി നോക്കി വെച്ചിട്ടുണ്ട്. അത് വിട്ടുതരികയാണെങ്കിൽ ഫോറസ്റ്റിന് പകരം ഭൂമി നൽകാൻ തയ്യാറാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വേണ്ടപ്പെട്ട ആളുകളിലേക്ക്, മന്ത്രിയിലേക്ക് കാര്യങ്ങൾ എന്നൊക്കെ എത്തിച്ച് ഇപ്പൊ വനം വകുപ്പ് മന്ത്രിയൊക്കെ ഒന്ന് കാണുമ്പോൾ രാഹുൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അപ്പോൾ ആ ചർച്ചകളൊക്കെ ഒന്ന് സജീവമാക്കി കൊണ്ടുവരണം. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളും ഒന്ന് ഈസിയാകും. അതോടൊപ്പം തന്നെ രാഹുലിന്റെ വികസന പ്രവർത്തനങ്ങൾ
ഈ പറയുന്ന എല്ലാവരിലേക്കും എത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ തന്നെ രാഹുലിന്റെ PR വർക്കുകാരായി മാറും. അപ്പൊ അതുകൊണ്ട് രാഹുലിന് ഇപ്പോൾ PR വർക്കിനോ അല്ലെങ്കിൽ പ്രചരണങ്ങൾക്കോ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയും ഇല്ല. ആ കാശ് കൂടി ലാഭിക്കാനും കഴിയും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാഹുലിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ രാഹുൽ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരെയും അല്ലെങ്കിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ കാണുമ്പോൾ അവരെ കാണുമ്പോൾ ചോദിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ എല്ലാവരും അത് പോയി അത് ചോദിക്കാനായിട്ട് അങ്ങോട്ട് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ വനം വകുപ്പ് മന്ത്രിയെ ഒന്ന് കാണുമ്പോൾ ഈ കണ്ണാടി പഞ്ചായത്തിലെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഒന്ന് ചോദിച്ച് അതിലെന്തെങ്കിലും മന്ത്രിയുടെ ഒരു തീരുമാനം പറയുകയാണെങ്കിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നീക്കുപോക്കായി കിട്ടും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ പ്രചരണത്തിന്റെ കാര്യത്തിൽ രാഹുലിന്റെ ഈ PR വർക്കുമായിട്ട് നിങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി അതോടുകൂടി നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. നിങ്ങൾക്ക് വീഴ്ച വരുത്തരുത്. എല്ലാ കാര്യങ്ങളും എല്ലാവരിലേക്കും എത്തിക്കണം. പെട്ടെന്ന് യഥാസമയത്ത് എത്തിക്കണം. അപ്പൊ അതുകൊണ്ട് രാഹുലിന്റെ പരിപാടികളിലൊക്കെ നിങ്ങൾ നിറസാന്നിധ്യമായിരിക്കണം. പിന്നെ ഈ പറയുന്ന റിപ്പോർട്ടർ TVയോടും ഏഷ്യാനെറ്റ് ന്യൂസ് ആരൊക്കെയാ എല്ലാവരും ഇതിലിപ്പോ ഒരാളെ പേര് എടുത്ത് പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളവർ അതിലില്ല എന്നൊന്നും കരുതണ്ട. എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു 4 or 5 റിപ്പോർട്ടർമാരെ തന്നെ പറഞ്ഞു വിടുക. അപ്പോൾ മാറി ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പം ചോദിക്കുക. അതോടൊപ്പം തന്നെ രാഹുൽ പറയുന്ന കാര്യങ്ങൾ കൂടി എത്തിക്കണം. രാഹുലിനോട് ചോദിച്ചാൽ മാത്രം പോരാ, രാഹുൽ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കൂടി, ചോദിക്കാതെ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ അതിൻ്റെതായ ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾ നടത്തുന്ന വർക്കുകൾ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. അതിന് നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുണ്ട്. രാഹുലിന്റെ വികസനങ്ങൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ അതുവഴി രാഹുലിന് ഒരു വലിയ ഒരു ഭാരമെന്ന് പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ പ്രചരണം എന്ന് പറയുന്നത് ആ പ്രചരണത്തിന്റെ ചൂടും തീവ്രതയും ഒക്കെ അളന്നാണല്ലോ നമ്മൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പരിപാടികൾ, ഈ PR വർക്ക് അത് കാര്യമായിട്ട് തന്നെ ചെയ്യുക. എല്ലാ പരിപാടികളും കവർ ചെയ്യുക, എല്ലായിടത്തും എത്തുക. അതുപോലെ നമ്മുടെ ഡിഫിക്കുട്ടന്മാരോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് നിങ്ങളും പ്രതിഷേധിക്കാൻ വരണം കേട്ടോ. കാരണം നിങ്ങളുണ്ടെങ്കിലാണ് ഒരു ഓളം ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ എല്ലാവരും രാഹുലിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ അവിടെ ഒരു ഓളമില്ല. ഒരു ഗുമ്മ് അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയണ്ട, ഒരു എക്സ്ട്രാ ഒരു എന്താ പറയാ എനർജി കിട്ടണമെങ്കിൽ നിങ്ങളൊക്കെ വേണം. അപ്പൊ അതുകൊണ്ട് നാളത്തെ പരിപാടിക്കും നിങ്ങൾ വരണം, എല്ലാവരും വരണം. മാധ്യമപ്രവർത്തകർ പ്രത്യേകം വരണം. പറ്റുമെങ്കിൽ ഒരു 2-3 ക്യാമറാമാന്മാരെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു വിടുക. റിപ്പോർട്ടർമാർ ഒരു 4-5 പേരുണ്ടായിക്കോട്ടെ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും. അപ്പോൾ മാക്സിമം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പരിപാടികൾ ഇപ്പൊ നടത്തുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല, ഒരു വീഴ്ചയുമില്ല, ഒരു പോരായ്മയുമില്ല. ഇപ്പൊ നടക്കുന്ന പരിപാടികൾ നന്നായിട്ട് തന്നെ ഈ PR വർക്ക്. അപ്പൊ ഇപ്പൊ മാധ്യമങ്ങൾ ഈ മാപ്രകൾ നടത്തുന്ന ഈ പ്രചരണ പരിപാടിയിൽ യാതൊരുവിധ കുഴപ്പങ്ങളും ഞാൻ കാണുന്നില്ല. എന്നാലും ഒന്നുകൂടി മെച്ചപ്പെടാനുണ്ട്. അപ്പോൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ അതിൻ്റെ 100%ലേക്ക് നിങ്ങൾ എത്തിക്കുക. നിങ്ങളെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ പ്രയത്നിക്കണം. രാഹുലിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലായിടത്തും എത്തിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കുക. നിങ്ങളാവട്ടെ രാഹുലിന്റെ 2026 വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങളുണ്ട്. നിങ്ങൾ ഇതേ രീതിയുമായി കീപ് ഇറ്റ് അപ്പ്, മുന്നോട്ട് പോവുക.